329 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത്. ജൂലൈ മുതൽ തന്നെ ഈവനിങ് ക്ലാസ് ആരംഭിച്ചിരുന്നു. ജൂലൈയിൽ തന്നെ മോർണിംഗ് ക്ലാസ്സും തുടങ്ങി. മോർണിംഗ് ക്ലാസ് പോർഷൻ തീർക്കുന്നതിനും ഈവനിങ് ക്ലാസ് മോശമായിട്ടുള്ള കുട്ടികൾക്ക് ആയിട്ടും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാറ്റർഡേകളിൽ പോർഷൻ തീർക്കാനുള്ള ക്ലാസ്സാണ് ഇതുവരെ എടുത്തിരുന്നത്. ഈവനിങ്ങിൽ PTA സഹകരണത്തോടെ കുട്ടികൾക്ക് ചെറുതായിട്ട് റിഫ്രഷ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ AUM തരത്തിലുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 27-ാം തീയതി തൊട്ട് സബ്ജക്റ്റ് വൈസ് കോച്ചിങ് ആണ് ഈവനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് വൈസ് തോറ്റ കുട്ടികളെ തെരഞ്ഞെടുത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 ബാച്ചുകളായി മാറ്റിയിട്ടാണ്. ഏറ്റവും പിന്നാലെയുള്ള 117 കുട്ടികളെ കണ്ടെത്തി 4 ബാച്ചുകളായി ഈവനിങ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് മാത്രം മോർണിംഗ് ക്ലാസ് എല്ലാ ക്ലാസ്സുകളിലും റെഗുലറായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കുട്ടികളിലും ഗ്രഹസന്ദർശനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലും ഞങ്ങൾ A ബാച്ചിലെ 39 കുട്ടികളെയും B ബാച്ചിലെ 30-ഉം Cയിലെ 30-ഉം Dയിലെ ബാച്ചിൽ 18-മായി 117 കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. PTA പരിപൂർണമായ സഹകരണമുണ്ട്. കഴിഞ്ഞ വർഷം 88% റിസൾട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വർഷം 90% മറികടക്കുമെന്നതിനാണ് വിശ്വാസം. അതിനിടയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു ശാസ്ത്രമേള, ജില്ലാ ശാസ്ത്രമേള അവിടെയാണ് നടക്കുന്നത്. എന്നിരുന്നാലും അത് വളരെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടിയ മേള. എന്നിരുന്നാലും പരിപൂർണമായ സഹകരണം നാട്ടുകാരുടെ ഒപ്പമുള്ളതുകൊണ്ട് റിസൾട്ട് മെച്ചപ്പെടുത്തി 90% കടക്കുമെന്നതിന് വിശ്വസിക്കുന്നു. ടാഗ് ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചകളിലും രാവിലെ 8:30 മുതൽ 10 മണി വരെയാണ് ടാഗ് ഗ്രൂപ്പിന് ക്ലാസ് നടക്കുന്നത്. ഈ ക്വാർട്ടർലി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ടാഗ് ഗ്രൂപ്പ് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഇപ്പൊ 127 കുട്ടികളായിട്ട് 4 ബാച്ചായിട്ടാണ് ആ ക്ലാസ്സുകൾ നടന്നു വരുന്നത്. അതിനെ ഗ്രേഡ് തിരിച്ചിട്ടാണ് 4 ഗ്രൂപ്പിനെയും മാറ്റിയിരുത്തിയിട്ടുള്ളത്. അതിലെ A ബാച്ചാണ് ഏറ്റവും മോശമുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പുകൾക്ക് വൈകുന്നേരവും എല്ലാ ദിവസവും വൈകുന്നേരവും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ടാഗ്, പൊതുവെയുള്ള ടാഗിന് ബുധനും ശനിയും മാത്രമാണ് ടാഗ് നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 8:30 മുതൽ 10 മണി വരെ പോർഷൻ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളാണ് നടന്നു വരുന്നത്. അവിടെ 33 കുട്ടികളാണ് എക്സാം എഴുതാനായിട്ടുള്ളത്. പ്രാവശ്യത്തെ 28 പേര് മലയാളം മീഡിയം, 5 തമിഴ് മീഡിയം കുട്ടികളാണ്. ഞങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ലീവ് വളരെ കൂടുതൽ കുട്ടികൾ എടുക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം പൂജയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയ പൂജ മതി അവർ സ്കൂളിൽ വരത്തില്ല. അങ്ങനെ ലീവുകൾ കൂടുന്നുണ്ട്. ഈ ടാർഗറ്റുകളിലൂടെ നമ്മൾ 11 കുട്ടികളാണ് മെയിനായിട്ട് ക്വാർട്ടർലി എക്സാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രശ്നമായിട്ട് വന്നത്. 11 കുട്ടികളിൽ നമ്മൾ അപ്പോൾ ഈ 11 കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സിന് സെപ്പറേറ്റ് 2 കുട്ടികളെ വെച്ച് ഡിവൈഡ് ചെയ്ത് അവരുടെ ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം ഒരു ഇമ്പ്രൂവ്മെന്റ് ആകുന്നു എന്നുള്ളത് വാച്ച് ചെയ്യാനായിട്ട് ഓരോ ടീച്ചേഴ്സിനും ഒരു ചാർജ് ഒക്കെ കൊടുത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ടീച്ചേഴ്സിന് തന്നെ ഏൽപ്പിച്ചില്ല. കാരണം അവിടുത്തെ ലോക്കലുള്ള ടീച്ചേഴ്സ് പറഞ്ഞാല് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് കേൾക്കുള്ളൂ. ഞങ്ങൾ പുതിയതായിട്ട് ആൾ പോയി കഴിഞ്ഞാൽ അവിടെ അത്ര ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അതില് OSS ടീമിന്റെ വിസിറ്റ് ഉണ്ടായിരുന്നു സ്കൂള്. അപ്പൊ ഞങ്ങള് മണാർക്കാട് ഡിയുടെ പ്രത്യേക മണാർക്കാട് DO തന്നെ ഒരു ദിവസം സ്കൂളിൽ വന്നിരുന്ന അവിടെ കാര്യങ്ങൾ വാച്ച് ചെയ്യുകയും എല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി ആ OSSന്റെ ഒരു വർക്ക്ഷോപ്പ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് മീൻസ് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ആ ടാർഗറ്റ് ഗ്രൂപ്പ് കുട്ടികളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് അതിന് പ്രത്യേകമായിട്ട് അതിന്റെ എല്ലാ എക്യുപ്മെന്റും മൊഡ്യൂളും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുകയുണ്ടായി. അതേപോലെ ഞങ്ങൾ ഇപ്പോൾ ജനുവരിയിലും ഇതേ ഒരു റിക്വസ്റ്റുമായിട്ടാണ് ഡിയോട് എടുത്ത് വെച്ചിരിക്കുന്നത്. സാർ പറഞ്ഞിട്ട് ചെയ്തു തരാം. 2 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ്. ജനുവരി കഴിഞ്ഞ് ടുവേർഡ്സ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങളൊരു വിശ്വാസം. റിസൾട്ട് കഴിഞ്ഞ മോശമായിരുന്നു, ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട പ്രധാന അധ്യാപക സുഹൃത്തുക്കൾ, ഞാനിവിടെ
അവരുടെ ഒരു സംസാരത്തിനൊന്നും മുതിരുന്നില്ല. കാരണം 10ാം ക്ലാസ്സിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 സബ്ജക്റ്റുകളിൽ എനിക്ക് നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അതുകൂടെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും നല്ല പ്രവർത്തനമാണ് നമ്മുടെ പ്രധാന അധ്യാപകരും അതുപോലെ തന്നെ മറ്റ് സഹ അധ്യാപകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹുസൈൻ ബോൾട്ട് ഓരോ ദിവസവും അത്ലറ്റിക്സിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണ്. നമുക്ക് ആ ഒരു സമയത്ത് ഓടി തീർക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് കണ്ണൂർ ജില്ലയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവര് നമ്മളെക്കാൾ മെച്ചപ്പെട്ട സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ പിന്നിലാണ്. അതാണ് ഈ പറയുന്നത് 0% നിന്നാണ് നമ്മൾ 80% എത്തി നിൽക്കുന്നത്. നമുക്കെന്തായാലും എത്തിയേ പറ്റും, ലക്ഷ്യത്തിൽ കൈവരിച്ചേ പറ്റുള്ളൂ. ആ നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രധാന അധ്യാപകരെ 7 മണിക്കും 8 മണിക്കും ഒക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. രാവിലെ പോഷൻ തീർക്കാനുള്ള ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷം ടാർഗറ്റ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെയും ഒക്കെ നടക്കുകയാണ്. വലിയ താല്പര്യത്തോടെയാണ് ജനപ്രതിനിധികൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ കൊല്ലംകോട് സബ് ജില്ലയിലെ ആളുകൾക്കറിയാം. ഒരു MLA തന്നെ ടാർഗറ്റ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ വീട് സന്ദർശിക്കുകയാണ്. ഇന്നും നമ്മുടെ ക്ലാസ് ടീച്ചർമാർക്ക് ടാർഗറ്റ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ സമയം കിട്ടാത്ത അപൂർവത്തിൽ അപൂർവം സ്കൂളുകളും ഉണ്ടാവും. പക്ഷേ ഒരു നിയോജക മണ്ഡലത്തിലെ MLAക്ക് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതിന്റെ ഇടയിൽ ആ സബ് ജില്ലയാണ് നമ്മുടെ ജില്ലയിൽ ഏറ്റവും പിന്നിലെന്നും സംസ്ഥാനത്തെ ഏറ്റവും പിന്നിലെന്നും മനസ്സിലാക്കിക്കൊണ്ട് വലിയ ഇടപെടൽ നടത്തുമ്പോൾ നമ്മളൊക്കെ അതൊരു പാഠമായി ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസരമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സ്വയം പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഉദയകൃഷ്ണൻ എന്നാണ് പേര്. മുൻപ് കണ്ണൂരായിരുന്നു, വീട് പയ്യന്നൂരാണ്. ഇപ്പോഴും കുറേ നാളുകളായിട്ട് ഓഗസ്റ്റ് 20 മുതൽ ഇവിടെ തന്നെയാണ്, പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. വിജയശ്രീയുടെ പ്രവർത്തനങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നതും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഒരു അവതരണം എന്ന് പറയുന്നത് കേവലം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മോണിറ്റർ ചെയ്യാനും നിയന്ത്രിക്കാനും വേണ്ടിയുള്ളത് അല്ല. മറിച്ച് ഓരോ വിദ്യാലയത്തിന്റെയും അന്തരീക്ഷത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഒന്ന് ജില്ലയുടെ അക്കാദമികവും ഭരണപരവുമായ ചുമതലയുള്ളവർ എന്ന രീതിയിൽ അതിനെ അറിയുക എന്നത് പ്രാഥമികമായി. രണ്ടാമതായിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ഏറ്റവും നന്നായി പഠിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണ്. അത് തന്നെയാണ് ശരി. അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് അതെന്തുകൊണ്ട് എനിക്ക് എന്റെ സ്കൂളിൽ സാധ്യമാണോ എന്നുള്ള ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ്. രണ്ടാമത്തെ ഉദ്ദേശ്യം തീർച്ചയായും അത് തന്നെയാണ്. മൂന്നാമത്തേത്, നേരത്തെ ടീച്ചർ കച്ചിക്കോടൊക്കെ സ്കൂളിലൊക്കെ ടീച്ചർ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ സ്കൂളും അധ്യാപകരും വളരെ തിരക്ക് പിടിച്ച ഇടങ്ങളാണ്. ഈ തിരക്ക് പിടിച്ച ഇടങ്ങളിൽ പലപ്പോഴും നിങ്ങൾ എന്താണ് പറയുക, ഒറ്റയ്ക്ക് അതല്ലെങ്കിൽ കൂട്ടമായിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങളോട് ചിലപ്പോൾ പ്രശ്നങ്ങളാകാം, വെല്ലുവിളികളാകാം. ഇതിനോടൊക്കെ നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അതിന് ഭരണപരമായ എന്ത് പിന്തുണയാണ് നിങ്ങൾക്ക് ആവശ്യം, അക്കാദമികമായ എന്ത് പിന്തുണയാണ് ആവശ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ 210 പേരുടെയും തീർത്തും എന്താ പറയുക സ്കൂൾ കേന്ദ്രീകൃതമായ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിയുമെന്നല്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് എന്ത് തരം പിന്തുണയാണ് ആവശ്യമായി വരുന്നത് തീർച്ചയായിട്ടും അതും നമുക്കറിയേണ്ടത്. ഗൃഹസന്ദർശനം നടത്തിയോ എല്ലാവരും നിങ്ങളെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളെ പോലെയുള്ള വളരെ ബഹുമാന്യരായ ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യമുള്ള അധ്യാപകരെ രചിക്കാനല്ല, ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. ഗൃഹസന്ദർശനം വിഷമം തോന്നരുത്, എങ്കിലും പറയാവുന്ന നിർത്തിയില്ല. ഒരു കൂട്ടം അധ്യാപകരുടെ പേരെ മാത്രം കുട്ടികളെ കൈകെട്ടി വെച്ചിട്ട് നിങ്ങൾ പോയി ഗൃഹസന്ദർശനം നടത്തും എന്ന് പറയുന്ന വിദ്യാലയങ്ങൾ ഈ ജില്ലയിൽ അല്ലെങ്കിൽ എന്റെ മാതൃ ജില്ലയിൽ ഞാൻ കണ്ണൂർ ജില്ലക്കാരൻ.
അതിൽ ക്ലാസ് ടീച്ചർ വേണമോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടിയെ മനസ്സിലാക്കാൻ ഈ സന്ദർശനം ഉപകാരപ്പെടുത്തുമോ? ഈ പ്ലാസ്റ്റിക് പകർത്തുന്ന കുട്ടിക്ക് കൂലിപ്പണിക്കാരനാകാനാണ് SSLC എന്ന് പറഞ്ഞത് ക്ലാസ്സിൽ വെച്ചിട്ടല്ല പറഞ്ഞത്. അതേ സ്കൂളിലൊക്കെ അധ്യാപകൻ ആ കുട്ടിയോട് വളരെ ഇൻഡിവിജ്വലായി വിളിച്ച് സംസാരിച്ച് രക്ഷിതാക്കളോട് കൂടി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് SSLC പാസ്സാകണം എന്ന് ഇവൻ പറഞ്ഞത് പ്ലാസ്റ്റിക് കൊടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ സന്ദർശനം തന്നെ വേണം. അത്തരത്തിൽ മനസ്സിലാക്കാൻ പാകപ്പെടുന്ന രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്ലീസ് മാർക്ക് ഇറ്റ് ആസ് ടാർഗറ്റ് നമ്പർ 1 ഓഫ് 2. SRC കൂടി ഈ ക്ലാസ്സുകളുടെ അക്കാദമിക് പരിപാടി ചർച്ച ചെയ്തു. മൊത്തം സ്കൂൾ റിസോഴ്സ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് മീറ്റിംഗ് അല്ല, നമ്മളുടെ സബ്ജക്ട് കൗൺസിൽ കോർഡിനേറ്റർമാരും അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതു ചർച്ച. ഇതൊക്കെ ഒരു അക്കാദമിക പരിപാടി. അതിന്റെ വിശദമായിട്ടുള്ള കലണ്ടറും അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ ശനിയാഴ്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിലാണ് ഞങ്ങൾ പറയുന്നില്ല ഇന്ന് ശനിയാഴ്ച മാത്സ് രാവിലെ മാത്സ് ഉച്ചയ്ക്ക് ഫിസിക്സ് നോ, അടുത്ത 2-ാം തീയതി അവധി ദിവസം ഇന്നത് ചെയ്യണം നോ. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അറിഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു അധ്യാപക സമൂഹം പാലക്കാട് ജില്ലയിൽ ഉണ്ടാകുമ്പോൾ അതിന് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടത് ഒന്നല്ല. മാത്രമല്ല വെരി സ്ട്രിക്ട്ലി ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറൊന്നുമല്ല, മറിച്ച് DD-യും വിദ്യാഭ്യാസ വകുപ്പും ആവശ്യപ്പെടുന്നത് നമ്മുടെ കുട്ടികളുടെ ഒരു വെല്ലുവിളി ഏറ്റെടുത്താൽ നമുക്ക് ഒരുമിച്ച് പോകാമോ എന്നതാണ്. ഓക്കെ, അത് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് SRT മീറ്റിംഗ് വിളിക്കണം, കലണ്ടർ രൂപീകരിക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് HM എന്ന രീതിയിൽ അതിനൊരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കും. സബ്ജക്ട് കൗൺസിൽ കോർഡിനേറ്റർമാരെ വിളിച്ച് അത് ഏതെല്ലാം ദിവസം വേണം, എത്ര വർക്ക്ഷോപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നത് രൂപീകരിച്ചിട്ട് SRT ചർച്ച ചെയ്യുന്നതായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ചുകൂടി എളുപ്പം. കാരണം ഒരു ദിവസം വേണ്ടിവരും, അല്ലെങ്കിൽ ഈ തീരുമാനമാകാൻ 40-50 അധ്യാപകരുടെ സ്ഥലത്ത് മുഴുവൻ ചർച്ച കിട്ടി കഴിഞ്ഞാൽ പ്രയാസമാവും. എന്നെക്കാളും നിങ്ങളുടെ സ്കൂളിലെ അന്തരീക്ഷം അറിയുന്നവരാണ് ആലോചിക്കുന്നത്. എത്ര ശനിയാഴ്ചകളിൽ 2 വിഷയങ്ങൾ വീതം ക്ലിനിക്കിനായി തീരുമാനിച്ചു. ഇതാണ് തീരുമാനിക്കുന്നത്. ശനിയാഴ്ചകളിൽ അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ എത്ര ശനിയാഴ്ചകൾ 2 മിനി വർക്ക്ഷോപ്പ് രാവിലെ ഉച്ചക്കും അതിന് പറ്റിയുള്ള ടൈം ടേബിൾ. ശനിയാഴ്ചകളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് സംവിധാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. യോഗ്യമാകുന്ന സ്കൂളിലൊക്കെ ടീച്ചർ രാവിലെ അവർ ഭക്ഷണം കൊടുക്കുന്നു. നേരത്തെ അദ്ദേഹം മറന്നുപോയതാണ് തോന്നുന്നു, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഇപ്രാവശ്യത്തിന്റെ പട്ടികയിൽ ഒരു പ്രധാനപ്പെട്ടത് നമ്മൾ സബ്ജക്ട് കൗൺസിൽ നടത്തുന്ന ഇത്തരം ഈ സബ്ജക്ട് ക്ലിനിക്കുകൾക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ട് അതിന് വേണ്ടിയ സർക്കുലറും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് പരിപാടിയിൽ LSPയുടെ സഹായം ലഭിക്കുന്നതിന് ആവശ്യമായ ചർച്ചകൾ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ, അതിനേക്കാളും ഫീസിബിൾ സ്കൂൾ തലം എന്ന് പറയുന്നതല്ലേ അല്ലേ? പഞ്ചായത്ത് മുനിസിപ്പൽ ഒക്കെ നടത്തി ആളുകളുടെ സമയമൊക്കെ വൈകില്ലേ? സ്കൂൾ തലം മുതൽ ചേർത്ത് വരുന്നപ്പോൾ തീർച്ചയായും SSAയുടെ ഫണ്ടിന്റെ നോംസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നത്. വ്യത്യസ്ത വ്യാസികളിൽ നിന്നാണ് അല്ലെങ്കിൽ വ്യാസിയോ തലങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് DO തലത്തില് പരിശീലനത്തിൽ വരുന്നതിന് ഒരു 100 rupees മെസ് അലവൻസ് അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. TADA അനുവദിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ലിമിറ്റേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരിശീലനത്തിന് പങ്കെടുക്കുന്നത്. ഞാൻ പറയാനുള്ള കാരണം അവിടെ ചെന്ന് BPOമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 3 BPOമാരെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസും BPOയുടെ ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ ഞാൻ തരാം. അപ്പൊ പങ്കെടുക്കുന്ന ടീച്ചേഴ്സിനോട് ഇത്തരത്തിലൊരു അറിയിപ്പ് കൊടുക്കണം. നമ്മൾ മുമ്പേ നടത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. 100 rupees. പ്ലസ് വൺ ട്രെയിനിങ് എല്ലാ ക്ലാസ്സിലെ ടീച്ചേഴ്സിന് പ്ലസ് വൺ ട്രെയിനിങ്ങിന്റെ പ്രൊവിഷനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കുന്നത്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആളവസ്ഥയുടെ
ശരിയായ ഇടത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ SSI നമ്മുടെ ഡയസ് ഡാറ്റ കൃത്യമായിരിക്കണം.